الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بدين الحق بشيرا ونذيرا وداعيا إلى الله وسراجا منيرا ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിതം നയിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ എയർപോർട്ടുകളിൽ നിന്നും ഹജ്ജ് വിമാനങ്ങൾ പറന്നുയർന്നുകൊണ്ടിരിക്കുന്നു. ആ പുണ്യഭൂമിയിലേക്ക് പോകാൻ ഒരുങ്ങിയവർക്കും യാത്ര തിരിച്ചവർക്കുമെല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കുവാനും എല്ലാ നന്മകളോടും കൂടി തിരിച്ചു നാട്ടിലേക്കെത്താനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടേക്ക് പോകാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത നമുക്കെല്ലാം അല്ലാഹു ആ പുണ്യഭൂമിയിൽ എത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും കണ്ണും കാതും മനസ്സുമെല്ലാം പരിശുദ്ധമായ മക്കയിലെ കഅബാലയത്തിൻ്റെ ചുറ്റുമാണ്. ആ പുണ്യകർമ്മത്തിന് പോകാൻ സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർവഹിക്കാൻ കഴിയുന്ന പല ഇബാദത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ നേരത്തെ തന്നെ നാം തയ്യാറെടുക്കുകയും ഒരുങ്ങുകയും ചെയ്യേണ്ട ഒരു ഇബാദത്താണ് ഉളഹിയ്യത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും പരിശോധിച്ചാൽ അതിൻ്റെ മഹത്വവും അതിൻ്റെ സ്ഥാനവും വിവരിക്കുന്നത് ധാരാളം നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഹജ്ജുമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ട
വാക്കുകളും സന്ദേശങ്ങളും നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ അതിൻ്റെ 27 മുതൽ 37 വരെയുള്ള ആയത്തുകൾ എടുത്തൊന്ന് പരിശോധിച്ചാൽ ബലികർമ്മത്തെക്കുറിച്ചും അത് നൽകുന്ന സന്ദേശത്തെക്കുറിച്ചും ഒക്കെയും അല്ലാഹു പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം മനസ്സിലാക്കണം എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഉളഹിയ്യത്ത്. ഉളഹിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർബാനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുർബാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയുള്ള ബലിദാനമാണ്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ലുഹയുടെ സമയത്ത് നിർവഹിക്കുന്ന ഒരു കർമ്മമായതുകൊണ്ടാണ് ഈ കർമ്മത്തിന് ഉളുഹിയ്യത്ത് എന്ന് പേര് വന്നിട്ടുള്ളത്. എന്താണ് ഉളുഹിയ്യത്ത് നൽകുന്ന സന്ദേശമെന്ന് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ആ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാരഥന്മാരായ സലഫുസ്സാലിഹീങ്ങളായ പണ്ഡിതന്മാർ 3-4 കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉളുഹിയ്യത്ത് ലക്ഷ്യമാക്കുന്നത് എന്താണ്? ഒന്നാമതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് അത്തഖറുബു ഇലല്ലാഹി തആല, പടച്ച റബ്ബുമായിട്ടുള്ള അടുപ്പം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത്. അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ കഴിയുന്ന ഒരു കർമ്മം. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, പല തരത്തിലുള്ള ബലികർമ്മങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. മനുഷ്യക്കുരുതി വരെയും ബലികർമ്മത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു രാജ്യത്താണ്, ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ബലികർമ്മം ദൈവിക മാർഗത്തിൽ പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ആരാധനയാണ്. പടച്ച റബ്ബ് ഒരു രക്തദാഹി ആയതുകൊണ്ടല്ല ഉളുഹിയ്യത്ത് നിർബന്ധമാക്കിയത്. ബലികർമ്മം അനിവാര്യമാണ് എന്ന് പഠിപ്പിച്ചത് പടച്ച റബ്ബ് രക്തദാഹി ആയതുകൊണ്ടല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായമായ സൂറത്തുൽ ഹജ്ജ് അതിന്റെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, ലൻ യനാലല്ലാഹു ലുഹൂമഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. മനുഷ്യരെ, നിങ്ങളുടെ രക്തം പടച്ചവൻ ആവശ്യമില്ല, നിങ്ങളുടെ മാംസവും അല്ലാഹുവിന് ആവശ്യമില്ല. പടച്ചവൻ ബലി കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധി അളക്കാനാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. നിങ്ങളുടെ തഖ്വാ ബോധം എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബലികർമ്മം നിർബന്ധമാക്കിയത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. ആ ബലികർമ്മം അല്ലാഹുവിന്റെ പ്രീതിക്കായിരിക്കണം, പടച്ച റബ്ബ് പറയുന്നിടത്ത് നിന്നുകൊണ്ടായിരിക്കണം. പരിശുദ്ധ ഖുർആൻ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പടച്ചവന്റെ മുന്നിൽ നിന്നിട്ട് 2 കൈകളും ഉയർത്തിയിട്ട് തന്റെ നെഞ്ചിലേക്ക് കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രാർത്ഥനാ വചനമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാരംഭ പ്രാർത്ഥനകൾ നിരവധി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറയുന്ന ആ പ്രാർത്ഥന. അല്ലാഹുവേ, നിന്റെ മുന്നിൽ എൻ്റെ മുഖത്തെ ഞാൻ നേരിടിച്ചിരിക്കുകയാണ്, ഋജു മനസ്കനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു വക്രതയുടെയും ചിന്ത എൻ്റെ മനസ്സിലില്ല. വഅന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമായ മനുഷ്യനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിന്റെ മുന്നിലേക്ക് ഞാൻ ഇതാ വന്നിരിക്കുകയാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, തീർച്ചയായിട്ടും എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ ജീവിതം, എൻ്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ് എന്ന് പടച്ചവന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഒരു വിശ്വാസി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 5 നേരം ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിർബന്ധ നമസ്കാരങ്ങളിലൂടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൂടെ ഒരു വിശ്വാസിയെ കൊണ്ട് പ്രഖ്യാപിക്കുന്നത്
എന്റെ ബലികർമ്മം എന്റെ റബ്ബിന് വേണ്ടിയാണ്, ഞാൻ നമസ്കരിക്കുന്നത് എന്റെ പടച്ചവന് വേണ്ടി മാത്രമാണ് എങ്കിൽ അല്ലാഹു അല്ലാത്ത ഒരാളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നമസ്കരിച്ചിട്ടില്ല. ഒരു മുസ്ലിമും നമസ്കരിക്കാറില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്, നിങ്ങൾ നമസ്കരിക്കുന്നത് പടച്ച റബ്ബിനാണ് എങ്കിൽ നിങ്ങൾ ബലികർമ്മം നടത്തേണ്ടതും അത് പടച്ച റബ്ബിന് മാത്രമായിരിക്കണം. എന്നാൽ സഹോദരങ്ങളെ, ഇത് പറയുന്ന വിശ്വാസികളാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വേണ്ടി ബലികർമ്മം നടത്തുന്നത്. മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി ബലിദാനം നടത്തുകയാണ്. പ്രവാചകന്മാർക്ക് വേണ്ടിയും മഹത്തുക്കൾക്ക് വേണ്ടിയും ബലികർമ്മം നടത്തുന്ന ലോകത്തല്ലേ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ആലോചിക്കണം, മുഹീദ്ദീൻ ഷേഖിന് വേണ്ടി നേർച്ച നേരുന്നവർ, ബലി നടത്തുന്നവർ, റിഫായി ഷെയ്ഖിന് വേണ്ടി ബലിദാനം നടത്തുന്നവർ, കരുനാഗപ്പള്ളി ഷെയ്ഖന്മാർക്ക് വേണ്ടി ബലിദാനം നടത്തുന്നവർ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇത് ജാഹിലിയ്യത്തിന്റെ തനി ആവർത്തനമാണ് എന്ന്. ഇത്തരം പ്രവർത്തനങ്ങൾ ജാഹിലിയ്യത്തിന്റെ തനി ആവർത്തനമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സാഹചര്യത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായമായ സൂറത്തുൽ മാഇദ അതിന്റെ 103-ാമത്തെ ആയത്തിലൂടെ പടച്ച റബ്ബ് പറയുന്നുണ്ട്, വമാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, ഒരു തരത്തിലുള്ള നേർച്ച മൃഗങ്ങളെയും നിങ്ങൾക്ക് നാം നിശ്ചയിച്ചിട്ടില്ല. സായിബ, വസീല, ഹാം പോലെയുള്ള ഒരുപാട് നേർച്ച മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതുപോലെ മൺമറഞ്ഞു പോയ മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് നേർച്ച വസ്തുക്കളെയും ബലിമൃഗത്തെയും വെക്കുന്ന ഒരു സമൂഹം ഇന്ന് സമൂഹത്തിലുണ്ട് എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുകയാ, മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന കാലഘട്ടത്തിൽ ബഹീറ, സായിബ, വസീല, ഹാം തുടങ്ങിയ ഒരുപാട് നേർച്ച വസ്തുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ അല്ലാഹു പറയുന്നു, വമാ ജഅലല്ലാഹ്, ഇതൊന്നും അല്ലാഹു നിശ്ചയിച്ചതല്ല, പടച്ച റബ്ബ് അനുവദിച്ചു തന്നതല്ല. അതുകൊണ്ട് കൂട്ടരെ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജാഹിലിയ്യത്തിന്റെ ആവർത്തനമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. മാത്രമല്ല 5-ാം അധ്യായമായ സൂറത്തുൽ മാഇദ അതിന്റെ 3-ാമത്തെ വചനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. പന്നിമാംസം തിന്നാൻ വിശ്വാസികളെ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? മരണപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ പച്ചമാംസം കീറി തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? മരിച്ചുപോയ അല്ലെങ്കിൽ അറുക്കപ്പെടുന്ന ഒരു ജീവിയുടെയോ ഒരു മനുഷ്യന്റെയോ രക്തം കുടിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? അല്ലാഹു എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യമാണ്. ഹുർരിമത്ത് അലൈക്കുമുൽ മൈതത്ത് വദ്ദമു വലഹുമുൽ ഖിൻസീർ വമാ ഉഹില്ലല്ലാഹു ബിഹി. അല്ലാഹു പറയുന്നു, ഹുർരിമത്ത് അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു ഹറാമാക്കി. കൂട്ടരെ, പടച്ച റബ്ബ് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു ഹറാമാക്കി. അൽ മൈതത്തു, ശവം നിങ്ങൾക്ക് ഹറാമാണ്. മരിച്ച മയ്യത്തിനെ തിന്നരുത് കൂട്ടരെ. അല്ലാഹു പറയാണ്, തീർന്നില്ല. വദ്ദമു, രക്തം കുടിക്കല്ല മനുഷ്യരെ. വലഹുമുൽ ഖിൻസീർ, പന്നി മാംസവും നിങ്ങൾ തിന്നല്ലേ. അല്ലാഹു പറയുന്നു, അതിനോടൊപ്പം പടച്ച റബ്ബ് കൂട്ടിച്ചേർക്കുകയാണ്, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹുവിൻ അല്ലാത്തവരുടെ പേര് പറഞ്ഞ് അറുത്തതിനെയും നിങ്ങൾ തിന്നരുത്. പടച്ച റബ്ബ് അല്ലാത്തവരുടെ പേര് പറഞ്ഞ്, മൺമറഞ്ഞു പോയ മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അറുക്കപ്പെടുന്ന വസ്തുക്കളും നിങ്ങൾ തിന്നരുത്. തിന്നാൽ പന്നി മാംസം തിന്നുന്നതിന് തുല്യമാണ്. മരിച്ച മയ്യത്ത് വെട്ടിക്കീറി തിന്നുന്നതിന് തുല്യമാണ്. രക്തം കുടിക്കുന്നതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായമായ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. സഹോദരങ്ങളെ, ഇതിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നത്, ഉളഹിയ്യത്ത് എന്ന് പറയുന്ന ഈ കർമ്മത്തിലൂടെ രണ്ടാമതായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നത്, ഒന്ന് പടച്ചവന്റെ പ്രീതി നേടിത്തരുന്ന കർമ്മമാണ് എങ്കിൽ 2 ശിർക്കിനോടുള്ള സന്ധിയില്ലാ സമരമാണ് ഒരാൾ ഉളഹിയ്യത്ത് ചെയ്യുന്നതിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. കാരണം എന്തേ? പടച്ചവനല്ലാത്ത ഒരു വ്യക്തിക്കും ഒരു സൃഷ്ടിക്കും ഞാൻ ബലികർമ്മം നടത്താൻ തയ്യാറല്ല. എന്റെ റബ്ബിന് വേണ്ടി മാത്രമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഇത് പ്രഖ്യാപിക്കുന്ന ഒരു കർമ്മം കൂടിയാണ്
ഉളുഹിയ്യത്ത് എന്ന് മഹാരഥന്മാരായ സലഫു സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ ഉളുഹിയ്യത്തിന്റെ സന്ദേശം പഠിപ്പിക്കുമ്പോൾ നമ്മോട് പറയുകയാണ്, സഹോദരങ്ങളെ, ശിർക്കുമായിട്ട് രാജിയാകാൻ, ശിർക്കുമായിട്ട് സന്ധിയാകാൻ ഒരു വിശ്വാസിക്ക് പാടില്ല എന്ന് ഉളുഹിയ്യത്തും ഹജ്ജ് കർമ്മവും നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. പ്രവാചകൻ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരേ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. അള്ളാഹിന്റെ റസൂല് ഒരൊറ്റ ഹജ്ജാണ് നിർവഹിച്ചത്, നമുക്കറിയാം. അതും പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. എന്നാൽ ഈ കർമ്മം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാനവ സമൂഹത്തിന് വേണ്ടി നിശ്ചയിക്കുന്നത് എപ്പോഴാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ വരുന്നതിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർണയിക്കപ്പെട്ട ഒരു ആരാധനയാണ് ഹജ്ജ് കർമ്മം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയപ്പോ ഇനി എന്ത് എന്ന ചോദ്യത്തിന് പടച്ച റബ്ബ് പറഞ്ഞത്, വഅദ്ദിൻ ഫിന്നാസ്, ജനങ്ങളെ വിളിക്കണം. എന്തിന്? ഈ പുണ്യഭൂമിയിലേക്ക് വരാൻ. അവർ വരും, നടന്നിട്ട്, കാൽനടക്കാരായിട്ട്, അവരുടെ വാഹനങ്ങളിൽ ഒക്കെയും കടന്നു വരും, മലമ്പാതകൾ താണ്ടിക്കൊണ്ട് കടന്നു വരും. വിളിക്കണം ഇബ്രാഹിമേ എന്ന് പറഞ്ഞു. വിളിച്ചു. ആ വിളിക്കുത്തരം നൽകിക്കൊണ്ട് വിശ്വാസികൾ അവിടേക്ക് കടന്നു പോകാറുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തന്റെ ജീവിതം നടത്തുമ്പോ തൻ ഓടിച്ചാടി കളിക്കുന്ന ഭൂമിയിലാണ് കഅബാലയമുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിക്കുന്ന നാട്ടിലാണ് കഅബാലയമുള്ളത്. 40ാമത്തെ വയസ്സിൽ അല്ലാഹു നബിയായിട്ട് പ്രഖ്യാപിച്ചു. നബിയായതിനു ശേഷം 13 വർഷം അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയായിക്കൊണ്ട് കഅബാലയത്തിന്റെ ഓരത്ത് പ്രബോധനം നടത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരു ഹജ്ജും ചെയ്തില്ല. അവിടെ ഹജ്ജ് കർമ്മം നടക്കാറുണ്ട്. മക്കയിലെ ഖുറൈശി പ്രമുഖരുടെ നേതൃത്വത്തിൽ അവിടെ ഹജ്ജ് കർമ്മം നടക്കാറുണ്ട്. ഓരോ വർഷവും അള്ളാഹുവിന്റെ റസൂൽ അവിടേക്ക് പോകാറില്ല. പോകും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തവാഫ് നടക്കുമ്പോ അവിടെ നടക്കുന്ന വിവിധ പ്രോഗ്രാമുകളിൽ ജനങ്ങൾ തൽബിയത്ത് ചെല്ലുമ്പോ അവർ ചൊല്ലുന്ന ഒരു തൽബിയത്തുണ്ട്. അബൂജഹലും മുത്തുബത്തും ഷൈബത്തും ഒക്കെ ചൊല്ലിയ ഒരു തൽബിയത്ത് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഇന്ന് നമ്മൾ പറയുന്ന തൽബിയത്ത് അതാണ്. അത് തന്നെ അവരും പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇതൊക്കെയും നമ്മൾ പറയുന്നു. എന്നാൽ അവർ പറയും അതിനോടൊപ്പം ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ തൽബിയത്ത് മുഴക്കുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലും. അള്ളാഹിന്റെ റസൂൽ ഉയർന്നു നിൽക്കുന്ന പാറയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് പറയും, ഖദിൻ ഖദിൻ. അത്രമാത്രം പറഞ്ഞാൽ മതി കൂട്ടരെ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അതാകുമ്പോൾ അള്ളാഹിന്റെ റസൂൽ പറയും, ഖദിൻ, മതി കൂട്ടരെ എന്ന് പറയും. എന്നാൽ അവർ പറയും, ഇല്ലാ ശരീകൻ ഹുവ ലക. അള്ളാഹുവേ, നിനക്ക് പങ്കുകാരില്ല, നിനക്ക് കൂട്ടുകാരില്ല. എന്നാൽ ചില പങ്കാളികളുണ്ട്, അവർക്ക് സ്വയം കഴിവുള്ളവരല്ല, മറിച്ച് നീ അനുവാദം കൊടുത്താൽ മാത്രം സഹായിക്കാനുള്ള കഴിവ് കൊടുത്താൽ മാത്രം സഹായിച്ചു കൊണ്ടിരിക്കുന്ന ചില ശരീക്കുകളുണ്ട്, ചില കൂട്ടുകാരുണ്ട്. ഇത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അള്ളാഹു സഹായിക്കാനുള്ള കഴിവ് കൊടുത്താൽ മാത്രം സഹായിക്കുന്നവർ, മഹാരഥന്മാരായ കഴിഞ്ഞുപോയ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ പറയും. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, അവിടെ അല്ലാഹുവിന്റെ റസൂല് ഖദിൻ, മതി എന്ന് പറയാൻ, തൗഹീദ് പറയുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞോ എന്ന് പറയാൻ അല്ലാഹുവിന്റെ റസൂൽ പോകും. പക്ഷേ ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ചില്ല. അല്ലാഹുവിന്റെ റസൂല് അവിടെ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു, ഹിജ്റ പോയി. ഹിജ്റ പോയതിനു ശേഷം പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം മദീനയിൽ ഉണ്ടായി. ആ മദീനയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് വന്നില്ല. ഹിജ്റയുടെ 6ാം കൊല്ലം അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നു. 2ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലൂടെ വാതിമുൽ ഹജ്ജ വൽ ഉംറ, പ്രവാചകരെ ഹജ്ജും ഉംറയും പൂർത്തിയാക്കണം കേട്ടോ എന്ന കൽപ്പന വന്നു. ഹുദൈബിയ സന്ധിയുടെ സമയത്ത്. അത് ഹിജ്റയുടെ 6ാം കൊല്ലമാണ്. പക്ഷേ അള്ളാഹിന്റെ റസൂല് പോയില്ല.
7-ാം കൊല്ലവും പോയില്ല. 8-ാം കൊല്ലം മക്ക ഫത്ഹായി പൂർണ്ണമായും പ്രവാചകന്റെ കാഴ്ചവട്ടിലേക്ക് വന്നു. മക്ക അള്ളാന്റെ റസൂലിന്റെ നിയന്ത്രണത്തിലായി. പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയില്ല. ഹിജ്റയുടെ 8-ാം കൊല്ലം മക്ക ഫത്ഹായിട്ട് പോയില്ല. ഹിജ്റയുടെ 9-ാം കൊല്ലവും പോയില്ല. ഹിജ്റയുടെ 9-ാം കൊല്ലം ശവ്വാൽ മാസമായപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു കൽപ്പന വന്നു. 9-ാം അധ്യായമായ സൂറത്തു തൗബയുടെ ആദ്യത്തെ ആയത്തുകൾ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പരിശോധിക്കണം. ആദ്യത്തെ ആയത്തുകൾ ഇറങ്ങി. അന്നീ ബരീഉം മിനൽ മുശ്രിക്കീൻ. ഇനി ശിർക്ക് നടക്കുന്ന ഒരു ഹജ്ജ് മക്കയിൽ നടക്കാൻ പാടില്ല. ശിർക്കുമായിട്ട് കൂടിക്കലരുന്ന ഒരു ആരാധന ഈ പുണ്യഭൂമിയിൽ നടക്കാൻ പാടില്ല. മുശ്രിക്കീങ്ങളെ തടഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. ആ സമയത്താണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു പറ്റം സ്വഹാബത്തിനെ ഹജ്ജിന് വേണ്ടി അയക്കുന്നത്. അവർ ഹജ്ജിന് വേണ്ടി അവിടേക്ക് പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ മുന്നേ അയച്ചു അവിടേക്ക് ചെല്ലാൻ. എന്നിട്ട് സൂറത്തു തൗബയുടെ ആദ്യ വചനങ്ങൾ മക്കയിൽ ജനങ്ങൾ കൂടുന്നിടത്തൊക്കെയും വിളിച്ചു പറയാൻ അലി റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി. അലി റളിയല്ലാഹു അൻഹു പോയി സ്വഹാബത്ത് പറയുന്നുണ്ട്, വിളിച്ചു പറഞ്ഞു ഈ ആയത്ത്. ഇനി മുശ്രിക്കീങ്ങൾ കടന്നു വരാൻ പാടില്ല. ശിർക്കില്ലാത്ത ഹജ്ജാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്നത്. ശിർക്കുമായിട്ട് സന്ധിയാകുന്ന ഒരു ആരാധന മക്കയിൽ പറ്റില്ല എന്ന കൽപ്പന മഹാനായ അലി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം പുറത്തേക്ക് വരാൻ കഴിയാതെ ഒച്ചയടച്ചു പോയി. അത്രമാത്രം ഉച്ചത്തിലാണ് ഇത് വിളിച്ചു പറഞ്ഞത് എന്ന്. ആ വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ആദ്യമായി ഹജ്ജ് കർമ്മം നിർവഹിച്ചു. ഹിജ്റയുടെ 10-ാം കൊല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പോയി ഹജ്ജ് കർമ്മം നിർവഹിച്ചു. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരു വിശ്വാസിക്ക് ശിർക്കുമായിട്ട് സന്ധിയാകുന്ന ഒരു ആരാധന പറ്റില്ല. എന്റെ റബ്ബി എന്നെ തടഞ്ഞു നിർത്തിയെങ്കിൽ ഇതാ ശിർക്കില്ലാത്ത ഹജ്ജ് തുടങ്ങിയിരിക്കുന്നു വിശ്വാസികളെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രഖ്യാപിച്ചത് ഹിജ്റയുടെ 10-ാം കൊല്ലമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുന്നത് ശിർക്കുമായിട്ട് സന്ധിയാവുന്ന ആരാധന വിശ്വാസികൾക്ക് പാടില്ല എന്ന മഹത്തായ ഒരു സന്ദേശമാണ്. അതാണ് ഉളുഹിയ്യത്തും നമ്മോട് വിളിച്ചു പറയുന്നത്. ഉളുഹിയ്യത്തും നമ്മോട് പഠിപ്പിക്കുന്നതാണ് ശിർക്കുമായിട്ട് സന്ധിയാകാൻ പാടില്ല. അല്ലാഹു വല്ലാത്തവരുടെ പേരിൽ അറുക്കുന്നത് തിന്നൽ ഹറാമാക്കിയിരിക്കുന്നു എന്ന സന്ദേശം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. മൂന്നാമതായിട്ട് ഉളുഹിയ്യത്ത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അശ്ശുക്റു ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടിയുള്ള നന്ദി പ്രകടനമാണ് ഉളുഹിയ്യത്ത്. ശുക്റാണ് ഉളുഹിയ്യത്ത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ നിഅമത്തുകൾ, ആ നിഅമത്തുകൾക്ക് പടച്ചവനോട് നന്ദി കാണിക്കാൻ കഴിയുന്ന ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ ഒരു സൂറത്തുണ്ട്, നമുക്കറിയാം, സൂറത്തുൽ കൗസർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ പ്രവാചകരെ, താങ്കൾക്ക് ഒരുപാട് നിഅമത്തുകൾ നാം തന്നില്ലയോ? അല്ലാഹു ചോദിക്കുകയാ, ഇന്നാ അഅതൈനാകൽ കൗസർ, താങ്കൾക്ക് നിരവധി നിഅമത്തുകൾ നാം തന്നില്ലയോ? ഫസല്ലി ലിറബ്ബിക വൻഹർ, അതിന് നന്ദി സൂചകമായിട്ട് താങ്കൾ നമസ്കരിക്കണം, താങ്കൾ പടച്ചവന് വേണ്ടി ബലിയർക്കണം. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, താങ്കളോട് വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന അവരാണ് പ്രവാചകരെ വാലറ്റവർ, അവരാണ് വാലറ്റുപോയവർ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. ഈ ആയത്തിറങ്ങാൻ ഒരു സന്ദർഭമുണ്ട്, നമുക്കറിയാം. ഈ ചെറിയ സൂറത്ത് അവതരിക്കാൻ ഒരു സന്ദർഭമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ മുശ്രിക്കുകൾ മൃഗീയമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂലിനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ വേർപാട് പോലും ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറി മക്കയിലെ മുശ്രിക്കുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമക്കളായ ഖാസിമും അബ്ദുള്ളയും ലോകത്തോട് വിട പറഞ്ഞപ്പോ മക്കയിലെ ഖുറൈശി തമ്പുരാക്കന്മാര് പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഖദ് അബ്തർ,
മുഹമ്മദ് വാലറ്റു പോയിരിക്കുന്നു. ഇനി അവന് പാരമ്പര്യം പറയാൻ ആളില്ല. തന്റെ മക്കൾ മുഴുവനും മരിച്ചുകൊണ്ടിരിക്കുന്നു. വേരറ്റു പോയവനാണ് മുഹമ്മദ് എന്ന് ഖുറൈശി പ്രമുഖര് പോലും വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് സാന്ത്വനത്തിന്റെ അള്ളാന്റെ റസൂലിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പടച്ച റബ്ബ് പറയുകയാ, ഇന്നാ അഅ്തൈനാകൽ കൗസർ. അള്ളാന്റെ റസൂലെ, താങ്കൾക്ക് വിഷമമുണ്ടോ? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോ, താങ്കളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ സംസാരിക്കുമ്പോ, ഹബീബായ പ്രവാചക, താങ്കളുടെ മനസ്സിന് വേദനയുണ്ടോ എന്നാൽ അല്ലാഹു പറയുകയാ, ഇന്നാ അഅ്തൈനാകൽ കൗസർ. താങ്കൾക്ക് ഒരുപാട് നിഅമത്തുകൾ നാം തന്നില്ലയോ പ്രവാചക? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ മനസ്സിനെ വല്ലാതെ സമാധാനപ്പെടുത്തുന്ന ഒരു വാക്ക്, സാന്ത്വനപ്പെടുത്തുന്ന ഒരു വാക്ക്. എതിരാളികളുടെ ആക്ഷേപങ്ങളുടെ മുന്നിൽ അള്ളാന്റെ റസൂലിന്റെ മനസ്സ് വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുമ്പോ സാന്ത്വനത്തിന്റെ കുളിർമഴയായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കിയ ആയത്താണ് കൂട്ടരെ സൂറത്തുൽ കൗസറിന്റെ വചനങ്ങൾ. അല്ലാഹു പറഞ്ഞു, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഒരുപാട് നിഅമത്തുകൾ താങ്കൾക്ക് നൽകി. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ. അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കണം, അതുപോലെ പടച്ചവന് വേണ്ടി ബലികർമ്മം നടത്തുകയും ചെയ്യണം റസൂലേ. അതാണ് ശുക്രിന്റെ വാചകം എന്ന് അള്ളാന്റെ റസൂലിനെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന്റെ പ്രയാണത്തിന്റെ ഇടയിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു വരാം, പരീക്ഷണങ്ങൾ ഉണ്ടാകാം, കടങ്ങൾ കൊണ്ട് പിടിച്ചു മുറുക്കിയേക്കാം, രോഗങ്ങളെ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചേക്കാം. ഈ സമയത്ത് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഈ ആയത്ത് നിറഞ്ഞു നിൽക്കണം. ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഈ ആയത്ത് നിറഞ്ഞു നിൽക്കണം. അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് ഓർക്കണം. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഒരുപാട് നിഅമത്ത് അല്ലാഹു തന്നില്ലയോ? നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോ അല്ലാഹു തന്ന നിഅമത്തിന്റെ ആഴം മനസ്സിലാവും. മനഃശാസ്ത്രപരമായ ഒരു സന്ദേശം പ്രവാചകമുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും. നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കിക്കോ. പടച്ച റബ്ബ് നൽകിയ വിശാലമായ നിഅമത്തുകൾ ബോധ്യപ്പെടും. ഒരിക്കലും മീതെയുള്ളവരിലേക്ക് നോക്കല്ലേ. കണ്ണുള്ള ഞാനും നിങ്ങളും കണ്ണില്ലാത്തവരിലേക്ക് നോക്കണം. കാലുള്ള ഞാനും നിങ്ങളും കാലില്ലാത്തവരിലേക്ക് നോക്കണം. വീടുള്ളവർ വീടില്ലാത്തവരിലേക്ക് നോക്കണം. പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് പറയുകയാ, വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തഹ്സുഹാ. മനുഷ്യരെ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ എണ്ണി നോക്കിയാൽ എണ്ണി തീർക്കാൻ കഴിയാത്ത അത്ര നിഅമത്ത് പടച്ച റബ്ബ് നിങ്ങൾക്ക് നൽകിയില്ലയോ? അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. നിങ്ങളുടെ മുഖത്ത് കാണുന്ന രണ്ട് കണ്ണു മാത്രം പോരെ? അല്ലാഹു ചോദിക്കുകയാ, ആ കണ്ണു മാത്രം പോരെ പടച്ചവന്റെ വിശാലത, നിഅമത്തിന്റെ വിശാലത ബോധ്യപ്പെടാൻ? അലം നജ്അൽ ലഹു ഐനൈൻ. സുന്ദരമായ രണ്ട് കണ്ണുകളെ നിങ്ങൾക്ക് നാം തന്നില്ലയോ? വലിസാനൻ, ഒരു നാവിനെയും നിങ്ങൾക്ക് നാം തന്നില്ലയോ? നാവ് മാത്രം നൽകിയാൽ ഒരാൾക്ക് സംസാരിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഖുർആൻ കൂട്ടിച്ചേർത്തു വശഫതൈനി. സംസാരത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന രണ്ട് ചുണ്ടുകളും നിങ്ങൾക്ക് നാം തന്നില്ലയോ? പടച്ച റബ്ബിന്റെ നിഅമത്തുകളെ കുറിച്ച് ഓർക്കണം, അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കണം. എന്നിട്ട് ശുക്ർ ചെയ്യാനുള്ള മനസ്സ് വേണം. ആ ശുക്ർ ചെയ്യാനുള്ള മനസ്സ് നേടിയെടുക്കുന്ന കർമ്മമാണ് സഹോദരങ്ങളെ ഉളഹിയ്യത്ത് എന്ന് പറയുന്നത്. പടച്ചവൻ നിഅമത്തുകൾക്ക് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അനുഗ്രഹിച്ചു നൽകിയതാണ് ഉളുഹിയ്യത്ത് എന്നത്. തീർന്നില്ല. നാലാമതായി മഹാരഥന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് വംതിസാലു അമാമിരില്ലാഹി തആല. പടച്ച റബ്ബിന്റെ കൽപ്പനകളെ പൂർണ്ണമായിട്ടും ശിരസ വഹിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ഉളുഹിയ്യത്തിലൂടെ നേടിയെടുക്കുന്നത്. എന്റെ റബ്ബിന്റെ തീരുമാനം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കലാണ് ഉളുഹിയ്യത്ത് എന്ന് പ്രിയപ്പെട്ടവരെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിത ലോകം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഉളുഹിയ്യത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുന്ന പരമാർത്ഥമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത്.
അത് നിർവഹിക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത് ചരിത്രം നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞിക്കാല് കാണാൻ വല്ലാതെ ആഗ്രഹിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടുവൃദ്ധനായി മാറി. ആ സമയത്തും തന്റെ ആശ മുറിഞ്ഞു പോയില്ല, തന്റെ മനസ്സിന്റെ തേട്ടം മുറിഞ്ഞു പോയില്ല. എന്റെ റബ്ബിന്റെ വാതിലിൽ മുട്ടിയാൽ പടച്ച റബ്ബ് വാതിൽ തുറക്കും എന്ന അതിയായ ആഗ്രഹത്തോടും തവക്കുൽ ബോധത്തോടും കൂടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. അള്ളാഹു കൊടുത്തില്ലേ ഒരു പൊന്നുമോനെ? കൊടുത്തു, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. ആ പൊന്നുമോനെ ആറ്റുനോറ്റി വളർത്തിക്കൊണ്ടിരി വരുമ്പോഴാണ് ഏകദേശം മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 12 വയസ്സ് എന്ന് പറഞ്ഞവരുണ്ട്, 13 വയസ്സ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞവരുണ്ട്. ആ പ്രായം വരെയും ആറ്റുനോറ്റി വളർത്തിക്കൊണ്ടുവന്നു. ആ സമയത്താണ് പടച്ചവന്റെ തീരുമാനം വരുന്നത്, അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത്. പടച്ചവന്റെ മാർഗത്തിൽ ആ പൊന്നുമോനെ ബലിയെറുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ 37 അധ്യായമായ സൂറത്തു സ്വാഫാത്ത് അതിന്റെ 101 മുതൽ 110 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കൽപ്പനയും അതിനുള്ള പ്രതിവിധിയുമൊക്കെ വളരെ വ്യക്തമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. മുഴുപട്ടിണിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരുപാട് മക്കളുണ്ട്. അയാളോട് പറയാ, ഒരു പൊന്നുമോനെ പടച്ചവന്റെ മാർഗത്തിൽ ബലിയെറുക്കണം, കൊന്നുകളയണമെന്ന് പറഞ്ഞാൽ മുഴുപട്ടിണിയിൽ ജീവിക്കുന്ന ഒരു പിതാവും തയ്യാറാകൂല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന വന്നു. പറഞ്ഞു പൊന്നുമോനെ എറുക്കണമെന്ന്. ആ പൊന്നുമോന്റെ അടുക്കലേക്ക് ചെന്നു ഇബ്രാഹിം നബി. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. പൊന്നുമോനെ, ഞാനൊരു സ്വപ്നത്തിൽ എനിക്കൊരു ദർശനം ഉണ്ടായിട്ടുണ്ട്, നിന്നെ പടച്ചവന്റെ മാർഗത്തിൽ ബലി കൊടുക്കണമെന്നാണ് പറയുന്നത്. ഫൻദുർ മാദാ തറാ, മോനെ നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുകയാ. സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നത് അത് വഹിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്ദേശം തന്നെ മകനുമായിട്ട് പങ്കുവെക്കുന്നത്. ആ പൊന്നുമോൻ പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ സതജുദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പ്രിയപ്പെട്ട വാപ്പ, നിങ്ങൾക്ക് പടച്ചവന്റെ തീരുമാനം അങ്ങനെ വന്നു എങ്കിൽ, കൽപ്പന വന്നു എങ്കിൽ, ഈ പൊന്നുമോൻ തയ്യാറാണ്. നാടിയിലേക്ക് കത്തിവെക്കാൻ, അതിനെ സ്വീകരിക്കാൻ ഈ പൊന്നുമോൻ തയ്യാറാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ക്ഷമാശീലനായ ഒരു മകനായിട്ട് കിടന്നു തരും വാപ്പ എന്ന് ആ പൊന്നുമോൻ പറയാണ്. സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചരിത്രം ഇതുപോലെ മദീനത്തെ പള്ളിയിലിരിക്കുന്ന സ്വഹാബത്തിന്റെ മുന്നിൽ വളരെ ഹൃദയസ്പൃക്കായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേ മിനാ താഴ്വരയിലേക്ക് പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന രംഗം, ഒരു കയ്യിൽ കയറും കത്തിയും മറുകൈയിൽ പൊന്നുമോന്റെ വിരലുകൾ മുറുക്കി പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മിനാ താഴ്വരയിലേക്ക് കടന്നു പോകുമ്പോ ആ പ്രിയപ്പെട്ട പിതാവിന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാക്കുണ്ട് സഹോദരങ്ങളെ, യാ അബത്തി ഇദാ അറത്ത ദബഹനി ഫഖയ്യിദിനി. പൊന്നുവാപ്പ, എന്നെ അറുക്കാൻ വേണ്ടി അങ്ങ് മിനാ താഴ്വരയിൽ കിടത്തുമ്പോ എന്റെ കയ്യും കാലും അങ്ങ് കെട്ടണം, ബന്ധിക്കണം, അതൊന്ന് ചേർത്ത് കെട്ടണം വാപ്പ. കാരണം എന്തെന്നറിയുമോ? ഈ പൊന്നുമോന്റെ കണ്ടനാടിയിലേക്ക് കത്തി വെക്കുമ്പോ വേദന കൊണ്ടെങ്ങാനും എന്റെ കയ്യോ കാലോ എടുത്ത് ഞാനൊന്ന് കുടയുന്ന സാഹചര്യം ഉണ്ടായാൽ എന്റെ വാപ്പയിട്ടിരിക്കുന്ന ഈ വെളുത്ത വസ്ത്രത്തിലേക്ക് ഈ പൊന്നുമോന്റെ രക്തം തെറിച്ചു വീഴുമല്ലോ വാപ്പ. അതുണ്ടാകാതിരിക്കാൻ കൈകാലുകൾ കൂട്ടിക്കെട്ടണം വാപ്പ എന്ന് ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. നിറക്കണ്ണുകളോടുകൂടി പോകുന്ന രംഗം വീണ്ടും പറഞ്ഞു, ഫജ്അൽ വജ്ഹി ഇലൽ അർള്. വാപ്പ, എന്നെ കിടത്തുമ്പോ മലർത്തി കിടത്തി എന്റെ കണ്ടനാടിയിൽ കത്തിവെക്കരുത്. ഹത്താ ലാ തൽതഖി നളറാതി ബിനളറാതിക, ഹത്താ ലാ തൽതഖി നളറാതി ബിനളറാതിക. വാപ്പ, എന്റെ മുഖത്തങ്ങ് നോക്കരുത്. കാരണം
എന്റെ മുഖത്ത് നോക്കുമ്പോ, ഈ തിളങ്ങുന്ന കണ്ണുകൾ നിങ്ങൾ കാണുമ്പോ, കഴുത്തു മുറിക്കുന്നതിന് വേണ്ടി കത്തി ചേർക്കുമ്പോ, ഈ മകന്റെ കണ്ണിന്റെ തിളക്കം കണ്ടിട്ട് കത്തിയെങ്ങാടം വലിച്ചു പോയാൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയാ, എന്നോടുള്ള വാത്സല്യം കൊണ്ട് കത്തി എങ്ങാണം വലിച്ചു പോയാൽ എന്റെ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധത പ്രവർത്തിച്ച ഒരു വാപ്പയായി എന്റെ വാപ്പ മാറിപ്പോകുമോ എന്ന് ഞാൻ വല്ലാതെ പേടിക്കുന്നു വാപ്പ. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തിക്കൊണ്ടായിരിക്കണം, മുഖത്തേക്ക് നോക്കാത്ത രൂപത്തിലായിരിക്കണം കണ്ട നാടിയിലേക്ക് കത്തിവെക്കേണ്ടത് എന്ന് ഒരു പിതാവിനോട് ഒരു മകൻ പറയുകയാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആലോചിക്കണം. നമ്മുടെ മക്കളുടെ അവസ്ഥ നോക്കണം. പടച്ചവനെ കുറിച്ച് പറയുമ്പോ, പടച്ചവന്റെ കൽപ്പനകളെ കുറിച്ച് പറയുമ്പോ, അത് സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറയുന്ന മക്കളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. മഹാനായ ഇബ്രാഹിം നബി ചരിച്ചു കിടത്തി കണ്ണനാടിയിലേക്ക് കത്തിവെക്കുമ്പോ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വിളി വിളിച്ചു പറയുകയാ, അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഇയ. ഇബ്രാഹിമേ, നിന്റെ സ്വപ്നം ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു, നിന്റെ കൽപ്പന പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്നകദാലിക നജ്സുൽ മുഹ്സിനീൻ. ഇപ്രകാരമാണ് മുഹ്സിനീങ്ങളെ കാണാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ തീരുമാനം ശിരസാവഹിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന ആ സന്ദേശം പറഞ്ഞുകൊണ്ട് അല്ലാഹു പകരം ഒരാടിനെ കൊടുത്തു, അതിനെ ബലികർമ്മം നടത്താൻ പറഞ്ഞു. അതിന്റെ അനുസ്മരണം പുതുക്കിക്കൊണ്ട് ഞാനും നിങ്ങളും ഉളുഹിയ്യത്ത് നിർവഹിക്കുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കത് നിർവഹിക്കാൻ കഴിവുണ്ടോ പരിശോധിക്കണം. ഓരോരുത്തരുടെയും അളവ് വെച്ച് പരിശോധിക്കണം. പെരുന്നാൾ കടന്നു വരുമ്പോൾ 10,000 രൂപ ചിലവഴിച്ചുകൊണ്ട് വസ്ത്രങ്ങളും മറ്റ് ആഘോഷ പരിപാടികൾക്കും വേണ്ടി വിനിയോഗിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൻ കാന ലഹു സഅതുൻ ഫലം യുളഹി. ഒരാൾക്ക് അല്ലാഹു കഴിവ് കൊടുത്തു, അയാള് ഉളുഹിയ്യത്ത് അറുത്തില്ല എങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലാന. നമ്മുടെ പെരുന്നാൾ നമസ്കാരത്തിന് മുസല്ലയിലേക്ക് വരേണ്ടതില്ല, മുസല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ആടിനെ അറുക്കാൻ കഴിവുള്ളവർ അത് ചെയ്യണം. മാടിനെയാണെങ്കിൽ 7 പേര് വരെയും ഷെയർ കൂടാം. അങ്ങനെയെങ്കിലും അതിനെ നിർവഹിക്കാൻ തയ്യാറാകണം. അതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്നും ഇത് സുന്നത്താണോ വാജിബാണോ എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ഒരുപാട് ചർച്ചകൾ നടന്ന വിഷയമാണ്. അത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചക മുത്തിന്റെ സുന്നത്തുകൾ ഹയാത്താക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏറെ പവിത്രമായ ദുൽഹിജ്ജ് മാസത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ദുൽഹിജ്ജ് മാസം നമ്മിലേക്ക് കടന്നു വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്ളലു അയ്യാമുദ് ദുനിയ അയ്യാമുൽ അശ്ർ. ഈ ഇഹലോകത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം എന്ന് പറയുന്നത് ദുൽഹിജ്ജിലെ 10 ദിവസങ്ങളാണ്. ദുൽഹിജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറെ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് മഹാരഥന്മാരായ സലഫി പണ്ഡിതന്മാർ വലിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശാലമായ ചർച്ച
റമളാനിലെ അവസാനത്തെ 10 ദിവസത്തിനാണോ സ്ഥാനമുള്ളത്, ദുൽഹിജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കാണോ സ്ഥാനമുള്ളത് എന്ന് നിരവധി ഗ്രന്ഥങ്ങൾ അതിനു വേണ്ടി എഴുതിയിട്ടുണ്ട്. ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ. ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങൾക്കാണോ പുണ്യം, അതല്ല ലൈലത്തുൽ ഖദറിന്റെ അടങ്ങുന്ന റമളാനിലെ അവസാനത്തെ 10നാണോ പുണ്യം? മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ആ ചർച്ച പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തിയത് രാത്രിയുടെ കാര്യത്തിൽ അവസാനത്തെ 10നാണ്, റമളാനിലെ അവസാനത്തെ 10നാണ് പോരിശയുള്ളത്. കാരണം ആ രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത്. എന്നാൽ പകലിന്റെ കാര്യത്തിൽ, ഒരാൾ പകൽ നടത്തുന്ന ഇബാദത്തുകളുടെ കാര്യത്തിൽ ഏറെ പുണ്യമുള്ളത് ദുൽഹിജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസത്തെ ഇബാദത്തിനാണ്. കാരണം അവിടെയാണ് അറഫയുള്ളത് എന്ന് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു. വളരെ ശ്രേഷ്ഠകരമായ ദിനങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഉപയോഗപ്പെടുത്തണം. ഇബാദത്തുകൾ കൊണ്ട്, തസ്ബീഹുകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട് ഒക്കെയും നാം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹു പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ